Hi dear students, welcome to our channel Phoenix Technos. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ 2019 ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 2019 എക്സാമിൽ അറൌണ്ട് 7 ക്വസ്റ്റ്യൻസ് ഫ്രം ഇലക്ട്രിക്കൽ ആയിരുന്നു. ഇലക്ട്രിക്കൽ പോർഷനിൽ നിന്നായിരുന്നു അറൌണ്ട് 7 ക്വസ്റ്റ്യൻസും. ആ 7 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ ടോട്ടൽ ഇൻഡക്റ്റൻസ് അക്രോസ് എ ബി ഫോർ ദ ഫിഗർ 2 ഇസ്. ഒരു എന്താണ് കണ്ടക്ടർ തന്നിട്ടുണ്ട്, എ ബി എന്ന് പറയുന്ന കണ്ടക്ടർ. ആ കണ്ടക്ടറിന്റെ അക്രോസ് രണ്ട് ഇൻഡക്ടേഴ്സ് ഇൻ സീരീസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇൻഡക്ടർ എന്താണ്? 1 മില്ലി ഹെൻറി ആണ്. രണ്ടാമത്തെ ഇൻഡക്ടർ 1.5 മില്ലി ഹെൻറി ആണ്. രണ്ട് ഇൻഡക്ടേഴ്സും മാഗ്നറ്റിക്കലി കപ്പിൾഡ് ഇൻഡക്ടേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ആ കപ്പിൾഡ് ഇൻഡക്ടേഴ്സ് ആണെങ്കിൽ അവർ തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എന്താണെന്ന്? 1 മില്ലി ഹെൻറി ആണെന്ന് തന്നിട്ടുണ്ട്. അവർ ചോദിച്ചിരിക്കുന്നതാണ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ടോട്ടൽ ഇൻഡക്ടൻസ് അക്രോസ് എ ബി ആണ്. എ ബിക്ക് അക്രോസ് ഉള്ള ടോട്ടൽ ഇൻഡക്ടൻസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ബേസിക് ഐഡിയ നമുക്കറിയാം. രണ്ട് ഇൻഡക്ടേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇത് മാഗ്നറ്റിക്കലി കപ്പിൾഡ് അല്ലെങ്കിൽ അതിന്റെ ടോട്ടൽ ഇൻഡക്ടൻസ് ഈക്വൽ ടു എന്തായിരിക്കും? L1 പ്ലസ് L2 ആയിരിക്കും. ജസ്റ്റ് സം ഓഫ് ദ ഇൻഡക്ടൻസ് ഓഫ് ദ ഈച്ച് ഇൻഡക്ടേഴ്സ് ആയിരിക്കും. മാഗ്നറ്റിക്കലി കപ്പിൾഡ് അല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡക്ടറിലുള്ള ഫ്ലക്സ് ചേഞ്ച് ഒരിക്കലും രണ്ടാമത്തെ ഇൻഡക്ടറിൽ എന്ത് ക്രിയേറ്റ് ചെയ്യത്തില്ല? ഒരു ഇ എം എഫ് ക്രിയേറ്റ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ രണ്ട് ഇൻഡക്ടേഴ്സിന്റെയും ഫ്ലക്സ് ചേഞ്ച് പരസ്പരം എന്തല്ല, ലിങ്ക്ഡ് അല്ല. ആ ടൈപ്പ് ഓഫ് കപ്ലിങ്ങിനെ പറയുന്നവരാണ് എന്ത്? ഡീ കപ്ലിംഗ്. സോറി, ആ ടൈപ്പില് എന്ത് കാണത്തില്ല? കപ്ലിംഗ് കാണത്തില്ല. തിരിച്ച് രണ്ട് ഇൻഡക്ടേഴ്സ് മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണെങ്കിൽ ഒരു കോയിലിലെ അല്ലെങ്കിൽ ഒരു ഇൻഡക്ടറിലെ ഫ്ലക്സ് ചേഞ്ച് രണ്ടാമത്തെ കോയിലിലെ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ എന്ത് ചെയ്യാം? അഫക്ട് ചെയ്യാം. ദർഫോർ ആ ടൈപ്പ് ഓഫ് ഇൻഡക്ടേഴ്സിന്റെ കണക്ഷനെ നമുക്ക് എന്തെന്ന് പറയാം? മാഗ്നറ്റിക്കലി കപ്പിൾഡ് ഇൻഡക്ടേഴ്സ് കണക്ഷൻ എന്ന് പറയാം. ഈ പർട്ടിക്കുലർ കേസിൽ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഡെനോട്ട് ചെയ്തിട്ടുണ്ട്. ദർഫോർ ഈ രണ്ട് ഇൻഡക്ടേഴ്സ് എന്താണ്? മാഗ്നറ്റിക്കലി കപ്പിൾഡ് ഇൻഡക്ടേഴ്സ് ആണ്. ഓക്കെ. നോർമലി മാഗ്നറ്റിക് കപ്ലിങ്ങിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡോട്ട് കൺവെൻഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻഡക്ടേഴ്സിലുള്ള കറണ്ട് ചേഞ്ചസ് വഴി അല്ലെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് വഴിയായിരിക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലക്സിന് എന്ത് വരുന്നത്? ചേഞ്ച് വരുന്നത്. അന്നേരം ഒരു കറണ്ട് ഇൻഡക്ടറിലൂടെ പാസ് ചെയ്താൽ, കറണ്ട് ഇൻഡക്ടറിൽ എൻട്രി ചെയ്താൽ, ആ എൻട്രി ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ അതിന്റെ ഓരോ കോയിലിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുവഴി ആ പർട്ടിക്കുലർ ഇൻഡക്ടറിന്റെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. അത് മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണെങ്കിൽ ആ പർട്ടിക്കുലർ കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് കാരണം രണ്ടാമത്തെ കോയിലിൽ എന്ത് ചെയ്യാം? ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യാം. ആ ഇ എം എഫിന് എന്തെന്ന് പറയും? മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയും. ഓക്കെ. അന്നേരം ഡോട്ടിലാണ് കറണ്ട് എൻട്രി ചെയ്യുന്നതെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. രണ്ടാമത്തെ കോയിലും ഡോട്ടിലാണ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്തതെന്ന് അസ്യൂം ചെയ്യുന്നു. ഈ പർട്ടിക്കുലർ കേസിൽ ഒരു ഇൻഡക്ടറിലുള്ള ഫ്ലക്സ് ചേഞ്ച് കാരണം രണ്ടാമത്തെ ഇൻഡക്ടറിൽ എന്ത് ചെയ്യും? ഒരു മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ക്രിയേറ്റ് ചെയ്യും. ആ ഇ എം എഫും അതിന്റെ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പർട്ടിക്കുലർ ഇൻഡക്ടറിലെ ഫ്ലക്സ് ചേഞ്ച് കാരണം അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന, ഈ ഫസ്റ്റ് ഇൻഡക്ടറിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഇ എം എഫിന് നമുക്ക് എന്തെന്ന് പറയാം? സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയാം. മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫസ്റ്റ് ഇൻഡക്ടറിലെ രണ്ടാമത്തെ ഇൻഡക്ടറിലുള്ള ഫ്ലക്സ് ചേഞ്ച് കാരണം ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്താൽ ആ ഇ എം എഫിന് എന്തെന്ന് പറയാം? മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയാം. ദർഫോർ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന് കാരണം എന്തായിരിക്കും? നിയർ ബൈ പ്ലേസ്ഡ് ഇൻഡക്ടറിലുള്ള ഫ്ലക്സ് ചേഞ്ച് ആയിരിക്കും. ഓക്കെ. അന്നേരം ഫസ്റ്റ് ഇൻഡക്ടറിൽ കറണ്ട് എൻറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡോട്ടിന്റെ അകത്തോട്ടാണ്, അല്ലെങ്കിൽ ടുവേർഡ്സ് ദ ഡോട്ടാണ് കറണ്ട് എൻറ്റർ ചെയ്യുന്നത്. രണ്ടാമത്തെ ഇൻഡക്ടറിൽ എന്താണ്? ടുവേർഡ്സ് ദ ഡോട്ടാണ് കറണ്ട് എൻറ്റർ ചെയ്യുന്നത്. ദിയർഫോർ ഒരു പർട്ടിക്കുലർ ഇൻഡക്ടർ എടുത്താൽ അതിന്റെ ടോട്ടൽ ഇ എം എഫ് ഈക്വൽ ടു എന്തായിരിക്കും? സം ഓഫ് ദ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പ്ലസ് എന്തായിരിക്കും? മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആയിരിക്കും. ടോട്ടൽ ഇ എം എഫ് ഈക്വൽ ടു എന്തായിരിക്കും? ടോട്ടൽ ഇ എം എഫ് ഈക്വൽ ടു സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന് ഞാൻ പി എന്ന് കൊടുത്തു. നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ആണ് അതിന്റെ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ റീസൺ. ദർഫോർ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയാം. ദർഫോർ എൽ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി എന്ന് പറയാം.
പ്ലസ് അതിന്റെ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്തായിരിക്കും എം ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി ആയിരിക്കും. ദർഫോർ ഫസ്റ്റ് ഇൻഡക്ടറിൽ ഉള്ള ടോട്ടൽ ഇ എം എഫ് ഈക്വൽ ടു എന്തായിരിക്കും ഈ വൺ എന്ന് കൊടുത്തു ഞാൻ അതിനെ ഈ വൺ ഈക്വൽ ടു എന്തായിരിക്കും ഫസ്റ്റ് ഇൻഡക്ടറിന്റെ ഇൻഡക്ടൻസ് ഈ പർട്ടിക്കുലർ കേസിൽ എന്തായിരിക്കും എൽ വൺ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി പ്ലസ് എം ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി ആയിരിക്കും. രണ്ടാമത്തെ ഇൻഡക്ടറിന്റെ ടോട്ടൽ ഇ എം എഫിന് എന്തെന്ന് പറയാം ഇ ടു എന്ന് പറയാം വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ആ പർട്ടിക്കുലർ ഇൻഡക്ടറിന്റെ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എൽ ടു ഇൻറ്റു ഡി ഫൈവ് ഡിവൈഡ് ബൈ ഡി ടി ഡി ഫൈവ് ബൈ ഡി ടി പ്ലസ് എന്തായിരിക്കും മ്യൂച്വൽ ഇൻഡക്ടൻസ് എം ഇൻറ്റു എന്തായിരിക്കും ഫസ്റ്റ് ഇൻഡക്ടറിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ എടുത്താൽ നമുക്ക് കിട്ടും ടോട്ടൽ ഇ എം എഫ് ഈക്വൽ ടു ഇ വൺ പ്ലസ് ഇ ടു കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും എൽ വൺ പ്ലസ് എൽ ടു പ്ലസ് എന്തായിരിക്കും 2m ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി ആയിരിക്കും. ജനറൽ ഇക്വേഷൻ നമുക്കറിയാം ഇ എം എഫിന്റെ ജനറൽ ഇക്വേഷൻ എന്താണ് ഇ എം എഫിന്റെ ജനറൽ ഇക്വേഷൻ ഇ എം എഫ് ഈക്വൽ ടു എൽ ഈക്വലന്റ് ടോട്ടൽ എഫക്റ്റീവ് ഇൻഡക്ടൻസ് ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആയിരിക്കും. ദർഫോർ നമുക്ക് പറയാം നമുക്ക് ഫൈനൽ ഇക്വേഷനിൽ കിട്ടിയ എൽ വൺ പ്ലസ് എൽ ടു പ്ലസ് 2m ആയിരിക്കും എന്ത് ടോട്ടൽ ഇൻഡക്ടൻസ് വെൻ ദ മ്യൂച്വലി കപ്പിൾഡ് ഇൻഡക്ടേഴ്സ് ആർ കണക്റ്റഡ് ഇൻ ഫേസ്. ഇൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് ഇൻഡക്ടേഴ്സും കറണ്ട് എൻറ്റർ ചെയ്യുന്നത് സെയിം പോയിന്റിലാണെങ്കിൽ അല്ലെങ്കിൽ ഡോട്ടഡ് കൺവെൻഷനിൽ സെയിം പോയിന്റിലാണ് എന്താണ് കറണ്ട് എൻറ്റർ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ സെൽഫ് ഇൻഡക്ടൻസും സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫും അതുപോലെ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫും എന്തായിരിക്കും ഇൻ ഫേസ് ആയിരിക്കും. ദർഫോർ ഇൻ ഫേസ് ആണെങ്കിൽ വെൻ ഇൻഡക്ടേഴ്സ് എൽ വൺ ആൻഡ് എൽ ടു കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് മ്യൂച്വൽ ഇൻഡക്ടൻസ് എം ആണെങ്കിൽ ടോട്ടൽ എഫക്റ്റീവ് ഇൻഡക്ടൻസ് എന്തായിരിക്കും എൽ വൺ പ്ലസ് എൽ ടു പ്ലസ് 2 ടൈംസ് മ്യൂച്വൽ ഇൻഡക്ടൻസ് ആയിരിക്കും. ഇനി അത് ഔട്ട് ഓഫ് ഫേസ് ആണെങ്കിൽ ഇപ്പം ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ കറണ്ട് ഫസ്റ്റ് ഇൻഡക്ടറിൽ എൻ്റർ ചെയ്യുന്നത് ഡോട്ടിലാണ്, പക്ഷെ രണ്ടാമത്തെ ഇൻഡക്ടർ നോക്കിയാൽ കറണ്ട് ലീവ് ചെയ്യുന്നത് എവിടെ നിന്നാണ് ആ പർട്ടിക്കുലർ ഡോട്ട് കൺവെൻഷന്റെ ഡോട്ടിൽ നിന്നാണ്. ദർഫോർ നമുക്ക് പറയാം അവിടുത്തെ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആരെ ഒപ്പോസ് ചെയ്യും അതിന്റെ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ എന്ത് ചെയ്യും ഒപ്പോസ് ചെയ്യും. ദർഫോർ അവിടുത്തെ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫും അതുപോലെ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്തായിരിക്കും ഔട്ട് ഓഫ് ഫേസിലായിരിക്കും. ഔട്ട് ഓഫ് ഫേസ് ആണെങ്കിൽ ഈ സെയിം ഇക്വേഷനിൽ നമ്മൾ എഴുതിയ സെയിം ഇക്വേഷനിൽ തന്നെ പ്ലസ് എം ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി മാറി എന്തായിട്ട് മാറും മൈനസ് എം ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി ആയിട്ട് മാറും. ദർഫോർ ഇക്വേഷൻ എന്തായിട്ട് മാറും എൽ വൺ പ്ലസ് എൽ ടു മൈനസ് 2 ടൈംസ് എം ആയിട്ട് മാറും. അന്നേരം ഈ പർട്ടിക്കുലർ കേസില് ടു ഇൻഡക്ടേഴ്സ് എൽ വൺ ആൻഡ് എൽ ടു കണക്റ്റഡ് ഇൻ സീരീസ് ആണ്, പക്ഷെ അതെന്താണ് ഔട്ട് ഓഫ് ഫേസ് കണക്ഷൻ ആണ്. ദർഫോർ അതിന്റെ ടോട്ടൽ ഇൻഡക്ടൻസ് ഈക്വൽ ടു എന്തായിരിക്കും എൽ വൺ പ്ലസ് എൽ ടു മൈനസ് 2 ടൈംസ് എന്തായിരിക്കും മ്യൂച്വൽ ഇൻഡക്ടൻസ് ആയിരിക്കും. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എൽ വൺ ഈക്വൽ ടു എന്താണ് 1 മില്ലി ഹെൻറി ആണ്. ദർഫോർ ഫൈനൽ ആൻസർ ഈക്വൽ ടു 1 പ്ലസ് എൽ ടു ഈക്വൽ ടു എന്താണ് 1.5 ആണ്. മൈനസ് എന്തായിരിക്കും 2 ടൈംസ് മ്യൂച്വൽ ഇൻഡക്ടൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്രയാണ് 1 മില്ലി ഹെൻറി ആണ്. ദർഫോർ 1 + 1.5 മൈനസ് 2 ഈക്വൽ ടു എന്ത് വരും 2.5 മൈനസ് 2 ഈക്വൽ ടു എന്തായിരിക്കും 0.5 ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, അന്നേരം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഓർത്തിരിക്കേണ്ട എന്താണ് കറണ്ട് ഡോട്ടിലാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ രണ്ട് ഇൻഡക്ടേഴ്സിലും രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ ഇൻഡക്ടേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പം കറണ്ട് എൻറ്റർ ചെയ്യുന്നത് എല്ലായിടത്തും ഡോട്ടിലാണെങ്കിൽ ടോട്ടൽ ഇ എം എഫ് ഈക്വൽ ടു എന്തായിരിക്കും സം ഓഫ് ദ സെൽഫ് ഇൻഡക്ടൻസ് പ്ലസ് എന്തായിരിക്കും മ്യൂച്വൽ ഇൻഡക്ടൻസ് ആയിരിക്കും. തിരിച്ച് കറണ്ട് എൻറ്റർ ചെയ്യുന്നത് ഒരു ഡോട്ടിലും രണ്ടാമത്തെ ഇൻഡക്ടറിൽ കറണ്ട് ലീവ് ചെയ്യുന്നത് ഡോട്ടിലും ആണെങ്കിൽ അവിടെ ഔട്ട് ഓഫ് ഫേസ് കണക്ഷൻ ആയിരിക്കും. ആ പർട്ടിക്കുലർ കേസിൽ ടോട്ടൽ ഇൻഡക്ടൻസ് ഈക്വൽ ടു എന്തായിരിക്കും എൽ വൺ പ്ലസ് എൽ ടു മൈനസ് 2m ആയിരിക്കും. അല്ലെങ്കിൽ ടോട്ടൽ സെൽഫ് ഇൻഡക്ടൻസ് മൈനസ് എന്തായിരിക്കും ടോട്ടൽ മ്യൂച്വൽ ഇൻഡക്ടൻസ് ആയിരിക്കും എഫക്റ്റീവ് ടോട്ടൽ ഇൻഡക്ടൻസ് ഓഫ് ദ സർക്യൂട്ട്.
അടുത്ത ക്വസ്റ്റ്യൻ, the alternating voltage V equal to 230 into sin 314 t plus pi by 3 is applied across AC circuit, draws a current of I equal to 10 sin 314 t 314 t മൈനസ് എന്താണ് പൈ ബൈ സിക്സ് ആണ്. ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ദ പവർ അബ്സോർബ്ഡ് ബൈ ദ സർക്യൂട്ട് ആണ്. ഇവിടെ എന്താണ് വോൾട്ടേജും കറണ്ടും ഒരു സൈനസോഡൽ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ്. ആ വോൾട്ടേജും കറണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എ സി സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പർട്ടിക്കുലർ വോൾട്ടേജ് ഒരു എ സി സർക്യൂട്ടിൽ കൊടുത്തപ്പം ആ എ സി സർക്യൂട്ടിൽ ഡ്രോൺ ചെയ്ത കറണ്ട് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ദ പവർ അബ്സോർബ്ഡ് ബൈ ദ സർക്യൂട്ട് ആണ്. ഓർത്തിരിക്കുക, ഒരു എ സി സർക്യൂട്ടില് ടോട്ടൽ പവർ അബ്സോർബ്ഡ് ചോദിച്ചാൽ ഇക്വേഷൻ ഓർത്തിരിക്കുക, അതിന്റെ ആർ എം എസ് വാല്യൂ ഓഫ് വോൾട്ടേജ് മൾട്ടിപ്ലൈഡ് വിത്ത് ആർ എം എസ് വാല്യൂ ഓഫ് കറണ്ട് മൾട്ടിപ്ലൈഡ് വിത്ത്, വളരെ ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് ഫാക്ടർ, മൾട്ടിപ്ലൈഡ് വിത്ത് പവർ ഫാക്ടർ ഓഫ് ദ സർക്യൂട്ട് ആയിരിക്കും. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, കൊസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ ആണ്. കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ്. ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്, വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും ഫേസ് ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണെന്ത് ഫൈ. ആ ഫൈയുടെ കൊസൈൻ എടുത്താൽ കിട്ടുന്ന ആ ഫാക്ടറിന്റെ പറയുന്ന പേരാണ് എന്ത്, പവർ ഫാക്ടർ. എന്നിട്ട് പവർ അബ്സോർബ്ഡിന്റെ എ സി സർക്യൂട്ടിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, ആർ എം എസ് വാല്യൂ ഓഫ് വോൾട്ടേജ് മൾട്ടിപ്ലൈഡ് വിത്ത് ആർ എം എസ് വാല്യൂ ഓഫ് കറണ്ട് മൾട്ടിപ്ലൈഡ് വിത്ത് എന്തായിരിക്കും, കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആയിരിക്കും. ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നോക്കിയാൽ വോൾട്ടേജ് തന്നിട്ടുണ്ട് എന്താണെന്ന്, 230 എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ മാക്സിമം പീക്ക് വാല്യൂ ആണ്, ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി, ഒമേഗ 314 ആണ്, ഒമേഗ ടി പ്ലസ് എന്താണ് പൈ ഡിവൈഡ് ബൈ 3 ആണ്. ഒരു സൈനസോഡൽ സിഗ്നൽ എടുത്താൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു x0 സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എടുത്താൽ ഫൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫൈ എന്ന് പറയുന്നത് ആ സൈനസോഡൽ സിഗ്നലിന്റെ ഇനിഷ്യൽ ഫേസ് ആയിരിക്കും. ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനില് പൈ ഡിവൈഡഡ് ബൈ 3 ആണെന്ത്, വോൾട്ടേജിന്റെ ഇനിഷ്യൽ ഫേസ്. ഞാൻ അതിന്റെ ഫേസർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു, വോൾട്ടേജിനെ ഒരു ഫേസർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു എന്തായിരിക്കും, ലെങ്ത് ഓഫ് ദ ഫേസർ ആയിരിക്കും. ആ ലെങ്ത് ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ എന്താണ് 230 ആണ്. അതിന്റെ ഫേസ് ഈക്വൽ ടു എന്താണ്, പൈ ഡിവൈഡഡ് ബൈ 3 ആണ്. ദർഫോർ ഞാൻ ഒറിജിനെ ഇങ്ങനെ എടുത്തു, ഒറിജിനിൽ നിന്ന് 0 എന്ന് ഒരു ലീഡിങ് ആംഗിൾ പൈ ഡിവൈഡഡ് ബൈ 3 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, പ്ലസ് പൈ ഡിവൈഡഡ് ബൈ 3 കിട്ടും. ദർഫോർ വി എന്ന് പറഞ്ഞ വെക്ടർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഈ ഫേസർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ദർഫോർ വി ഇതായിരിക്കും, അത് പൈ ഡിവൈഡഡ് ബൈ 3 ആംഗിൾ ആയിരിക്കും. രണ്ടാമത് നോക്കിയാൽ ആ വോൾട്ടേജ് വഴി ആ പർട്ടിക്കുലർ എ സി സർക്യൂട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രോൺ ചെയ്യുന്ന കറണ്ട് എന്താണ്, 10 സൈൻ എന്താണ് 314 ടി മൈനസ് എന്താണ് പൈ ഡിവൈഡഡ് ബൈ 6 ആണ്. ദർഫോർ ആ സിഗ്നലിന്റെ ഇനിഷ്യൽ ഫേസ് എന്തായിരിക്കും, ലാഗിങ് ആയിരിക്കും. ലാഗിങ് ബൈ ആൻ ആംഗിൾ ഓഫ് എന്തായിരിക്കും, പൈ ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും. അതിന്റെ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് കുറവാണ്, ദർഫോർ ഫേസറിന്റെ ലെങ്ത് കുറവായിരിക്കും. അതിന്റെ ആംഗിൾ എന്തായിരിക്കും, ആംഗിൾ ലാഗിങ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ താഴോട്ട് വരച്ചത്. ഇവിടെ 0-ൽ നിന്ന് ലാഗിങ് ആണെങ്കിൽ എങ്ങോട്ടായിരിക്കും, അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മെഷർ ചെയ്യുന്നത്. ലീഡിങ് ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ദർഫോർ ഈ പർട്ടിക്കുലർ ആംഗിളിന് നമുക്ക് എന്തെന്ന് പറയാം, പൈ ഡിവൈഡഡ് ബൈ 6 എന്ന് പറയാം. എന്നാൽ വോൾട്ടേജ് പൈ ബൈ 3 ലീഡിങ് ആണ്, കറണ്ട് എന്താണ് പൈ ബൈ 6 ലാഗിങ് ആണ്. ദർഫോർ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്തായിരിക്കും, ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഈക്വൽ ടു പൈ ഡിവൈഡഡ് ബൈ 3 പ്ലസ് എന്തായിരിക്കും, ടോട്ടൽ ഫേസ് എത്ര ആയിരിക്കും, ടോട്ടൽ ഫേസ് ഇത്ര ആയിരിക്കും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, പൈ ഡിവൈഡഡ് ബൈ 3 പ്ലസ് എന്തായിരിക്കും, പൈ ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും. ഈക്വൽ ടു എന്തായിരിക്കും, ഈക്വൽ ടു 2 പൈ ഡിവൈഡഡ് ബൈ 6 പ്ലസ് പൈ ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും. ഈക്വൽ ടു എന്തായിരിക്കും, 3 പൈ ഡിവൈഡഡ് ബൈ 6, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, പൈ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയാം. പൈ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 90 ഡിഗ്രി ആണ്. നമുക്കറിയാം പൈ ഓഫ്
സോറി, π/2ന്റെ കൊസൈൻ ഓഫ് ആംഗിൾ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കോസ് π/2 അല്ലെങ്കിൽ കോസ് 90 എടുത്താൽ 0 കിട്ടും. ദർഫോർ ഈ പർട്ടിക്കുലർ സർക്യൂട്ടിന്റെ പവർ ഫാക്ടർ എന്താണ്? 0 ആണ്. ഇഫ് ദ പവർ ഫാക്ടർ ഈസ് 0, ദെൻ ദ ടോട്ടൽ പവർ അബ്സോർബ്ഡ് എന്തായിരിക്കും? VRMS മൾട്ടിപ്ലൈഡ് വിത്ത് IRMS ഇൻറ്റു പവർ ഫാക്ടർ 0 ആണെങ്കിൽ മൾട്ടിപ്ലൈഡ് വിത്ത് 0 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ദർഫോർ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഈ പർട്ടിക്കുലർ ക്വസ്റ്റില് കറണ്ട് ലാഗിങ് ആണ്. അന്നേരം ഏതോ ഒരു ഇൻഡക്റ്റൻസ് മാത്രമുള്ള ഒരു സർക്യൂട്ടാണ്. ആ ഇൻഡക്റ്റൻസ് സർക്യൂട്ടിൽ കറണ്ട് ലാഗിങ് ആയിരിക്കും. ലാഗിങ് ആണെങ്കിൽ നോർമലി ഇൻഡക്റ്റൻസിൽ കറണ്ട് എന്ത് ചെയ്യും? 90 ഡിഗ്രി ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ആയിരിക്കും. ദർഫോർ പവർ ഫാക്ടർ 0 ആയിരിക്കും. ടോട്ടൽ പവർ അബ്സോർബ്ഡ് ബൈ ദ സർക്യൂട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ കറണ്ട് ഇൻ എ 5 മൈക്രോ ഹെൻറി ഇൻഡക്ടർ ഈസ് ഗിവൺ ബൈ 60+3. ഒരു പർട്ടിക്കുലർ ഇൻഡക്ടറിന് അക്രോസ് ഒരു ടൈം വേരിയിങ് കറണ്ട് 60+3 ആംപിയർ കൊടുത്തിട്ടുണ്ട്. അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇൻഡക്ടർ വോൾട്ടേജ് അറ്റ് t = 3 സെക്കൻഡ്? ഒരു ടൈം വേരിയിങ് കറണ്ട് കൊടുത്താൽ നമുക്കറിയാം, കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇൻഡക്ടർ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ടൈം വേരിയിങ് കറണ്ട് കൊടുത്താൽ ആ ഇൻഡക്ടറിന്റെ അക്രോസ് ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകും. ദർഫോർ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു EMF ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ EMF ജനറേറ്റ് ചെയ്യും. ആ EMFന്റെ വാല്യൂ ആണ് അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻഡ്യൂസ്ഡ് EMF ഇൻ ഇൻഡക്ടൻസ് നമുക്കറിയാം. ഇക്വേഷൻ എന്താണ്? അതിന്റെ ഇൻഡക്ടൻസ് ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ആയിരിക്കും. ഇതായിരിക്കും ഇക്വേഷൻ. EMF ഇൻഡ്യൂസ്ഡ് ഇൻ ആൻ ഇൻഡക്ടർ ഈക്വൽ ടു എന്തായിരിക്കും ഇക്വേഷൻ? ഇൻഡക്ടൻസ് ഇൻറ്റു ഇൻഡക്ടൻസ് മൾട്ടിപ്ലൈഡ് വിത്ത് എന്തായിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ആയിരിക്കും. ഇഫ് ദ കറണ്ട് ഈസ് DC കറണ്ട്, ഒരു DC കറണ്ട് ആണെങ്കിൽ അവിടുത്തെ EMF എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ ഒരു സ്ട്രേറ്റ് കറണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട് കൊടുത്താൽ ഡയറക്ഷൻ മാറുന്നില്ല. ദർഫോർ അവിടെ ഫ്ലക്സ് ചേഞ്ച് ഇല്ല. ദർഫോർ അവിടെ എന്ത് ജനറേറ്റ് ചെയ്യത്തില്ല? EMF ജനറേറ്റ് ചെയ്യത്തില്ല. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? ഒരു ടൈം വേരിയിങ് കറണ്ട് ആണ്. എപ്പോഴും ഓർത്തിരിക്കുക, ഒരു കോൺസ്റ്റന്റ് ചാർജ് ആണെങ്കിൽ ആ കോൺസ്റ്റന്റ് ചാർജിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. തിരിച്ച് ആ ചാർജ് മൂവ് ചെയ്താല്, ടൈമിനനുസരിച്ച് ആ ചാർജ് മൂവ് ചെയ്താല് അത് എന്ത് ജനറേറ്റ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും ജനറേറ്റ് ചെയ്യും. ദർഫോർ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കറണ്ട് എപ്പോഴും എന്തായിരിക്കണം? EMF നോൺ സീറോ ആകണമെങ്കിൽ EMF കറണ്ട് എന്തായിരിക്കണം? കറണ്ട് ടൈം വേരിയിങ് ആയിരിക്കണം. ഇവിടെ 60+3 എന്ന് പറയുന്ന കറണ്ട് എന്താണ്? ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദർഫോർ എന്താണ്? ടൈം വേരിയിങ് കറണ്ട് ആണ്. നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. EMF ഈക്വൽ ടു ഇൻഡക്ടൻസ് 5 മൈക്രോ ഹെൻറി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 10⁻⁻⁶ ഹെൻറി ആയിരിക്കും, ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് ദ കറണ്ട് ആയിരിക്കും. d/dt ഓഫ് കറണ്ട് ആയിരിക്കും. 60+3യുടെ എന്തായിരിക്കും? ഡെറിവേറ്റീവ് ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 5 ഇൻറ്റു 10⁻⁶ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 60+3 ഈക്വൽ ടു എന്തായിരിക്കും? 6 ആയിരിക്കും. ദർഫോർ ആൻസർ ഈക്വൽ ടു എന്തായിട്ട് മാറും? 30 ഇൻറ്റു 10⁻⁶ ആയിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം 30 മൈക്രോ വോൾട്ട് എന്ന് പറയാം. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ 60+3യുടെ ഡെറിവേറ്റീവ് എല്ലായ്പ്പോഴും എന്താണ്? ഏത് ടൈം എടുത്താലും അതിന്റെ ഡെറിവേറ്റീവ് 6 ആയിരിക്കും. ദർഫോർ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനില് വോൾട്ടേജ് ഈസ് ഓൾവേസ് എന്തായിരിക്കും? 30 മൈക്രോ വോൾട്ട് ആയിരിക്കും, ഇൻഡിപെൻഡന്റ് ഓഫ് ദ ടൈം. ഏത് ടൈം എടുത്താലും ഈ പർട്ടിക്കുലർ ഇൻഡക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും. അന്നേരം 60+3 എന്ന് പറയുന്നത് എന്താണ്? ഒരു ലീനിയർലി വേരിയിങ് അല്ലെങ്കിൽ ഒരു യൂണിഫോം കറണ്ട് ആണ്. അന്നേരം യൂണിഫോം കറണ്ട് ഒരു ഇൻഡക്ടറിൽ കൊടുത്താൽ ഇൻഡക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്തായിരിക്കും? ഒരു DC വോൾട്ടേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, when the charge on a capacitor is doubled, the energy stored.
ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ചാർജ് ഓൺ എ കപ്പാസിറ്റർ ഈസ് ഡബിൾഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചാർജ് ഡബിൾ ചെയ്താൽ അതിന്റെ എനർജിക്ക് എന്ത് വേരിയേഷൻ ആണ് നടക്കുന്നത്? നമുക്കറിയാം, ഒരു കപ്പാസിറ്ററിൽ ചാർജ് സ്റ്റോർ ചെയ്താല് ആ ചാർജിന് ചുറ്റും എന്ത് കാണും? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് കാണും. ദെർഫോർ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന എനർജി എന്തായിരിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ആയിരിക്കും. ആ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ബൈ ദ കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ബൈ ദ കപ്പാസിറ്റർ ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ ആണ്. ഇതാണ് ഇക്വേഷൻ. ഹാഫ് സി വി സ്ക്വയർ ആണ്. വേർ സി ഇസ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ ആയിരിക്കും. വി ഇസ് ദ എക്സ്റ്റേണലി അപ്ലൈഡ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, ഈ ഇക്വേഷനില് നമുക്കറിയാം, ചാർജ് സ്റ്റോർഡ് അക്രോസ് ദ കപ്പാസിറ്റർ പ്രൊപ്പോർഷണൽ എന്തായിരിക്കും? അപ്ലൈഡ് വോൾട്ടേജ് ആയിരിക്കും. അല്ലെങ്കിൽ ചാർജ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ ആയിരിക്കും ഇൻറ്റു എന്തായിരിക്കും? വി ആയിരിക്കും. ദെർഫോർ സി ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കൊടുക്കാം? സി ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി എന്ന് കൊടുക്കാം. സി ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാം? ക്യൂ ഡിവൈഡഡ് ബൈ വി എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ വി ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കൊടുക്കാം? ഈ സെയിം ഇക്വേഷനിൽ തന്നെ വി ഈക്വൽ ടു എന്തായിട്ട് മാറും? ക്യൂ ഡിവൈഡഡ് ബൈ സി ആയിട്ട് മാറും. ആ വി ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ സി ഈ പർട്ടിക്കുലർ ഇക്വേഷനിൽ കൊടുത്താല് എന്തായിട്ട് മാറും? ഹാഫ് ഇൻറ്റു സി ഇൻറ്റു വി സ്കോർ ഈക്വൽ ടു ഈ ഇക്വേഷനിൽ എന്തായിട്ട് മാറും? വി ഈക്വൽ ടു ക്യൂ ബൈ സി ആണെങ്കിൽ വി സ്കോർ ഈക്വൽ ടു എന്തായിരിക്കും? ക്യൂ സ്കോർ ഡിവൈഡഡ് ബൈ സി സ്കോർ ആയിരിക്കും. ഒരു സി ക്യാൻസൽ ചെയ്താൽ ഇക്വേഷൻ എന്തായിട്ട് മാറും? ക്യൂ സ്കോർ ഡിവൈഡഡ് ബൈ 2c ആയിട്ട് മാറും. എന്നൊരു ഇക്വേഷൻ ഓർത്തിരിക്കുക. കപ്പാസിറ്റൻസും അതുപോലെ ചാർജും തന്നാല് എനർജി ഫ്ലോഡിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇ ഈക്വൽ ടു ക്യൂ സ്കോർ ഡിവൈഡഡ് ബൈ 2c ആയിരിക്കും. അന്നേരം ഈ ക്വസ്റ്റ്യനില് തന്നിരിക്കുന്നത് എന്താണ്? ചാർജ് സ്റ്റോർഡ് ഓൺ എ കപ്പാസിറ്റർ ഈസ് ഡബിൾഡ് എന്നാണ്. ദെർഫോർ നമുക്ക് പറയാം എനർജി എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ചാർജ് ആണ്. എനർജി ചാർജിന്റെ എന്താണ്? സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്. അന്നേരം ചാർജ് ഡബിൾ ആയാല് അതെന്തായിട്ട് മാറും? 2 ടൈംസ് ക്യൂവിന്റെ സ്ക്വയർ ആയിട്ട് മാറും. ഈക്വൽ ടു എന്തായിട്ട് മാറും? 4 ടൈംസ് ഇനിഷ്യൽ എനർജിയുടെ എന്താണ്? പ്രൊപ്പോർഷണൽ ആയിട്ട് മാറും. ദെർഫോർ നമുക്ക് പറയാം ചാർജ് ഡബിൾ ആയാല് അതിന്റെ എനർജി എത്ര ഫാക്ടർ ഇൻക്രീസ് ചെയ്യും? 4 ടൈംസ് ഇൻക്രീസ് ചെയ്യും. ദെർഫോർ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരിക്കലും ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എനർജി ഡിക്രീസ് ചെയ്യത്തില്ല. കാരണം എന്താണ്? ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പം അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ദെർഫോർ കൂടുതൽ എനർജി അവിടെ സ്റ്റോർ ചെയ്യും, കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യും. ദെർഫോർ ഓർത്തിരിക്കുക, ചാർജ് n ടൈംസ് കൂടിയാല് അതിന്റെ എനർജി എന്ത് ചെയ്യും? n സ്ക്വയർ ടൈംസ് ആയിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കറണ്ട് ചേഞ്ചിങ് അറ്റ് എ റേറ്റ് ഓഫ് 0.1 ആംപിയർ പെർ സെക്കൻഡ്. എന്താണ്? എന്താണ് ഒരു ഇൻഡക്ടറിന്റെ കറണ്ട് എന്ത് ചെയ്യുന്നു? 0.1 ആംപിയർ ഒരു സെക്കൻഡിൽ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പം അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. എന്താണെന്ന്? 5 വോൾട്ട് ആണെന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് ദ കോയിൽ. ഇവിടെയും ബേസിക് ഇക്വേഷൻ ആണ്, ബേസിക് സിമ്പിൾ ഇക്വേഷൻ ആണ്. ഒരു ഇൻഡക്ടറിലെ എന്താണ് ഇൻഡ്യൂസ് ചെയ്യുന്ന സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഇക്വേഷൻ എന്താണ്? ഇ എം എഫ് ഈക്വൽ ടു എൽ ഇൻറ്റു ആ ഇൻഡക്ടറിന്റെ ഇൻഡക്ടൻസ് എൽ ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ആയിരിക്കും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. എൽ ഇൻറ്റു ഡി ഐ ഡിവൈഡഡ് ബൈ ഡി ടി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ആ ഇൻഡക്ടറിന്റെ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആയിരിക്കും. അല്ലെ, ഈ രണ്ട് ഇക്വേഷനും ബേസിക് ഇക്വേഷൻ ആണ്. ഒരു ഇൻഡക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിന്റെ ബേസിക് ഇക്വേഷൻ ആണ്. ഈ ക്വസ്റ്റില് അതിന്റെ എന്താണ്? ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അവിടുത്തെ സെൽഫ് ഇൻഡക്ടൻസ് ആണ്. ദെർഫോർ തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പറയാം ഇ എം എഫ് ഈക്വൽ ടു എന്താണ്? 5 ആണ്. 5 ഈക്വൽ ടു എന്തായിരിക്കും? സെൽഫ് ഇൻഡക്ടൻസ് ഇൻറ്റു ഡി ഐ ഡിവൈഡഡ് ബൈ ഡി ടി തന്നിട്ടുണ്ട്. എത്ര ആണെന്ന്? 0.1 ആംപിയർ പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ എന്ത് ചെയ്യുന്നു? 0.1 ആംപിയർ ചേഞ്ച് ചെയ്യുന്നു. ദെർഫോർ നമുക്ക് പറയാം എൽ ഈക്വൽ ടു എന്തായിരിക്കും? 5 ഡിവൈഡഡ് ബൈ 0.1 ആയിരിക്കും. ഈക്വൽ ടു ആൻസർ എന്തായിരിക്കും? 50 ഹെൻറി ആയിരിക്കും.
50 ഹെൻറി എന്ന് പറയുന്നത് വെരി ലാർജ് വാല്യൂ ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിലൊന്നും ആ വാല്യൂ ഇല്ല. ദർഫോർ ഈ ക്വസ്റ്റിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ക്വസ്റ്റിൽ തന്നിരിക്കുന്ന വാല്യൂ 0.1 ആംബിയർ, വെറും സോറി 0.1 ആംബിയർ എന്ത് ചെയ്യുന്നു, ഒരു സെക്കൻഡിൽ ചേഞ്ച് ചെയ്യുന്നു. ആ ചേഞ്ച് ആക്ച്വലി എന്താണ്, വെരി സ്മോൾ ആണ്, വെരി സ്മോൾ ആണ്. ഒരു സെക്കൻഡിൽ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് 0.1 ആംബിയർ ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇൻഡക്ടറിന്റെ എന്താണ് നോർമൽ ഓപ്പറേഷൻ അഫക്ട് ചെയ്യും. ദർഫോർ ക്വസ്റ്റ്യൻ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണും. നോർമലി 1 ആംബിയർ ഒക്കെ എന്ത് ചെയ്യും, ഒരു മൈക്രോ സെക്കൻഡിൽ അല്ലെങ്കിൽ 10⁻⁻⁶ സെക്കൻഡിലൊക്കെ എന്ത് ചെയ്യും, ഒരു ആംബിയർ ചേഞ്ച് ചെയ്യും. ആ ബേസിലായിരിക്കണം ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, അന്നേരം 0.1 ആംബിയർ 0.1 ആംബിയർ പെർ 1 മില്ലി സെക്കൻഡ് ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം 50 മില്ലി ഹെൻറി ആയിരിക്കും ആൻസർ എന്ന് പറയാം. സോറി 50 മില്ലി ഹെൻറി ആയിരിക്കും, അതെ 50 മില്ലി ഹെൻറി ആയിരിക്കും എന്ന് പറയാം. ആ പർട്ടിക്കുലർ കേസിൽ എന്തായിട്ട് മാറും, 0.5 മില്ലി ഹെൻറി ആയിട്ട് മാറും. തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൽ നമുക്ക് കിട്ടുന്ന എന്താണ്, 50 ഹെൻറി ആണ്. ദർഫോർ നൺ ഓഫ് ദ ഓപ്ഷൻസ് ആർ എന്താണ്, കറക്റ്റ് ആണ്. ഫ്രം ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഓപ്ഷനിൽ തന്നിട്ടില്ല. ദർഫോർ ക്വസ്റ്റ്യനിലുള്ള മിസ്റ്റേക്ക് ആയിരുന്നു അത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. ഒരു എന്താണ് നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സിന്റെ ഇന്റർ കണക്ഷൻ ഉള്ള ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്ന എന്താണ്, ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് അക്രോസ് എ ബി ഫോർ ദ ഫിഗറീസ്. തന്നിരിക്കുന്ന ഫിഗറിലെ ടോട്ടൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ നെറ്റ്വർക്ക് ഒന്നുകൂടെ വരയ്ക്കാം. ഇവിടുത്തെ എല്ലാ റെസിസ്റ്റേഴ്സിന്റെയും വാല്യൂ എന്താണ്, 100 ഓം ആണ്. 100 ഓം ആണ്. സെയിം റെസിസ്റ്റർ വാല്യൂ ആണ് എല്ലാ എല്ലാ പാത്തിലും തന്നിരിക്കുന്നത്. ഫൈനലി തന്നിരിക്കുന്ന റെസിസ്റ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ പാരലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അന്നേരം ഈ ലാസ്റ്റ് റെസിസ്റ്ററിന് എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഷോർട്ട് ചെയ്താല് ആ പർട്ടിക്കുലർ നോഡില് ഇൻകമിങ് ചെയ്യുന്ന കറണ്ട് എപ്പോഴും സീറോ റെസിസ്റ്റൻസ് ഉള്ള അല്ലെങ്കിൽ ലോവർ റെസിസ്റ്റൻസ് ഉള്ള പാത്തിലൂടെ ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ദർഫോർ ഈ പാത്തിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും, സീറോ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം ഒരു റെസിസ്റ്ററിനെ പാരലൽ ഷോർട്ട് വെച്ചിട്ട് കണക്ട് ചെയ്താൽ ആ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിട്ട് മാറും, അല്ലെങ്കിൽ ടോട്ടൽ അത് കഴിഞ്ഞ് വരുന്ന എത്ര സർക്യൂട്ട് ഉണ്ടെങ്കിലും, അത് കഴിഞ്ഞ് ഇൻഫൈനൈറ്റ് സർക്യൂട്ട് വന്നാലും ആ ടോട്ടൽ പാത്ത് എന്തായിട്ട് മാറും, ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് മാറും. ദർഫോർ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് റെസിസ്റ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. ലാസ്റ്റ് റെസിസ്റ്ററിനെ ഞാൻ റിമൂവ് ചെയ്തു. ദർഫോർ സർക്യൂട്ട് എന്തായിട്ട് മാറി, സർക്യൂട്ട് ഈ പർട്ടിക്കുലർ കോമ്പിനേഷൻ ആയിട്ട് മാറി. ഇവിടെ നോക്ക്, ഈ രണ്ട് റെസിസ്റ്ററിലൂടെയും കറണ്ട് സീരീസ് ആയിട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ദർഫോർ ഈ രണ്ട് റെസിസ്റ്റേഴ്സും എന്തായിരിക്കും, സീരീസ് ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദീസ് ടു കണക്ഷൻ എന്തായിരിക്കും, 100 + 100 ഈക്വൽ ടു എന്തായിരിക്കും, 200 ആയിരിക്കും. ദർഫോർ സർക്യൂട്ടിൽ നമുക്ക് വീണ്ടും റീഡ്രോ ചെയ്യാം. എങ്ങനെയുണ്ട് റീഡ്രോ ചെയ്യാം, ലാസ്റ്റ് റെസിസ്റ്റർ 100 ഓമിന് പാരലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് റെസിസ്റ്റേഴ്സിന്റെ സീരീസ് കോമ്പിനേഷൻ കണക്ട് ചെയ്യാം. ദർഫോർ അതെന്തായിട്ട് മാറും, അതൊരു 100 ഓമിന്റെ പാരലൽ കോമ്പിനേഷൻ ആയിട്ട് മാറും. ഇവിടെ നോക്ക്, ഈ രണ്ട് റെസിസ്റ്റേഴ്സും എന്താണ്, പരസ്പരം പാരലൽ ആണ്. കാരണം ഈ രണ്ട് നോഡിലെയും വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ദർഫോർ ആ രണ്ട് റെസിസ്റ്റേഴ്സ് എന്തായിരിക്കും, പാരലൽ കോമ്പിനേഷൻ ആയിരിക്കും. പാരലൽ കോമ്പിനേഷനിൽ നമുക്ക് റെസിസ്റ്റേഴ്സിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് അറിയാം. വെൻ R1 ആൻഡ് R2 ആർ കണക്റ്റഡ് ഇൻ പാരലൽ ആണെങ്കിൽ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽ ടു എന്തായിരിക്കും, R1 R2 ഡിവൈഡഡ് ബൈ R1 + R2 ആയിരിക്കും. ഇഫ് R1 ആൻഡ് R2 ആർ ഈക്വൽ ആണെങ്കിൽ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽ ടു എന്തായിരിക്കും, R × R വിച്ച് ഈസ് ഈക്വൽ ടു R² ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, 2 × R ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും, R/2 ആയിട്ട് മാറും. എപ്പോഴും ഓർത്തിരിക്കുക, രണ്ട് റെസിസ്റ്റേഴ്സ് പാരലലി കണക്ട് ചെയ്യുമ്പം പാരലലി കണക്ട് ചെയ്യുമ്പം അത് ഈക്വൽ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽ ടു എന്തായിരിക്കും, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽ ടു R/2 ആയിരിക്കും. ഇനി രണ്ട് റെസിസ്റ്റേഴ്സ് പാരലലി കണക്ട് ചെയ്യുന്നു. ഒരു റെസിസ്റ്റൻസിന്റെ ഡബിൾ ആണ് രണ്ടാമത്തെ റെസിസ്റ്റൻസ് എങ്കിൽ
എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽ ടു എന്തായിരിക്കും? ഹയർ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ 3 ആയിരിക്കും. ഓക്കെ, സെയിം കേസിൽ ആറും 3R ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽ ടു എന്തായിരിക്കും? 6 and 3R കണക്റ്റഡ് ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽ ടു ഹയർ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ 4 ആയിരിക്കും. ഇൻ ജനറൽ ഓർത്തിരിക്കുക, വെൻ എ റെസിസ്റ്റർ വിത്ത് റെസിസ്റ്റൻസ് R and അനദർ റെസിസ്റ്റർ വിത്ത് റെസിസ്റ്റൻസ് N ടൈംസ് R ആണ് പാരലലി കണക്ട് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽ ടു എന്തായിരിക്കും? N ടൈംസ് R ഡിവൈഡ് ബൈ എന്തായിരിക്കും? N+1 ആയിരിക്കും. ഓക്കെ, അന്നേരം ഇവിടെ 100 and 100 ആണ് എന്ത് ചെയ്യുന്നത്? സോറി, 100 അല്ലായിരുന്നു, ഇവിടെ 200 ആയിരുന്നു. സോറി, ഇവിടെ 100ഉം 100ഉം എന്തായിരുന്നു? 100ഉം 100ഉം സീരീസ് കോമ്പിനേഷൻ ആയിരുന്നു. ദെർഫോർ അതെന്തായിട്ട് മാറും? അത് 200 ആയിട്ട് മാറും. ഇവിടെ നോക്കിയാൽ ആ 200ഉം ഒറിജിനലി ഉള്ള 100ഉം എന്താണ്? പാരലൽ ആണ്. ദെർഫോർ ഹയർ റെസിസ്റ്റൻസ് 200 ഡിവൈഡ് ബൈ 3 ആയിരിക്കും എന്ത്? ഈ രണ്ട് റെസിസ്റ്റേഴ്സിന്റെ പാരലൽ കോമ്പിനേഷന്റെ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ദെർഫോർ സർക്യൂട്ട് എന്തായിട്ട് മാറും? സർക്യൂട്ട് നമുക്ക് വീണ്ടും റീഡ്രോ ചെയ്യാം. സർക്യൂട്ട് ഈക്വൽ ടു 100 ഓം ആയിരിക്കും ഒറിജിനൽ റെസിസ്റ്റൻസ്. അതിന്റെ പാരലൽ കോമ്പിനേഷൻ എന്തായിട്ട് മാറും? 200 ഡിവൈഡ് ബൈ 3 ആയിട്ട് മാറും. താഴെ വീണ്ടും എന്തുണ്ട്? ഒരു 100 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. ഈ 3 റെസിസ്റ്റേഴ്സും എന്താണ്? പരസ്പരം സീരീസ് ആണ്. ഒരു കറണ്ട് ഫ്ലോ ചെയ്താൽ ഈ 3 റെസിസ്റ്റേഴ്സിലും കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദെർഫോർ ഈ 3 റെസിസ്റ്റേഴ്സും എന്തായിരിക്കും? സീരീസ് ആയിരിക്കും. ദെർഫോർ ടോട്ടൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഈക്വൽ ടു എന്തായിരിക്കും? 100 പ്ലസ് 200 ഡിവൈഡ് ബൈ 3 പ്ലസ് എന്തായിരിക്കും? 100 ആയിരിക്കും. ഈക്വൽ ടു എന്തായിരിക്കും? ഈക്വൽ ടു 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താല് 300 പ്ലസ് 200 ഈക്വൽ ടു എന്തായിട്ട് മാറും? 500 ആയിട്ട് മാറും. 500 പ്ലസ് 100 എന്തായിട്ട് മാറും? 500 പ്ലസ് 300 എന്തായിട്ട് മാറും? 800 ആയിട്ട് മാറും. ദെർഫോർ ആൻസർ എന്തായിരിക്കും? 800 ഡിവൈഡ് ബൈ 3 ആയിരിക്കും ആൻസർ. ഇവിടെ ക്വസ്റ്റ്യനില് ഓപ്ഷൻ നോക്കിയാല് 700 ഡിവൈഡ് ബൈ 3യും 1000 ഡിവൈഡ് ബൈ 3യും തന്നിട്ടുണ്ട്. 800 ഡിവൈഡ് ബൈ 3 ആണ് ആക്ച്വൽ ആൻസർ. ദെർഫോർ ഈ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Two equal resistance are connected in series across a constant voltage source. The total power consumed is P. രണ്ട് ഈക്വൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? ഒരു വോൾട്ടേജ് സോഴ്സിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ആ പർട്ടിക്കുലർ കേസിൽ ഈ രണ്ട് റെസിസ്റ്റൻസും കൂടെ എന്താണ്? അബ്സോർബ് ചെയ്യുന്ന ടോട്ടൽ പവർ എന്താണെന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ പവർ ഈക്വൽ ടു പി ആണെന്ന് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ പി ആണെന്ന് തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇഫ് ദ സെയിം റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ then the new total power is given by. സെയിം റെസിസ്റ്റേഴ്സ് തന്നെ സീരീസിന് പകരം പാരലലി കണക്ട് ചെയ്താൽ അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വോൾട്ടേജ് സോഴ്സിന് അക്രോസ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്താൽ ഓൾവേസ് റെസിസ്റ്റേഴ്സ് എന്ത് ചെയ്യും? ആ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അല്ലെങ്കിൽ സോഴ്സ് ജനറേറ്റ് ചെയ്യുന്ന എനർജി ആ റെസിസ്റ്റേഴ്സിൽ എന്തായിട്ട് ഡിസിപ്പേറ്റ് ചെയ്യും? ഹീറ്റ് ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്യും. അക്കോർഡിംഗ് ടു ജൂൾസ് ഹീറ്റിംഗ് അനുസരിച്ച് ആ റെസിസ്റ്റേഴ്സിൽ ഡിസിപ്പേറ്റ് ചെയ്യുന്ന എനർജി ഈക്വൽ ടു എന്തായിരിക്കും? അതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ സ്ക്വയർ, ആ പർട്ടിക്കുലർ റെസിസ്റ്റേഴ്സ് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ സ്ക്വയർ മൾട്ടിപ്ലൈഡ് വിത്ത് എന്തായിരിക്കും? ആ റെസിസ്റ്റേഴ്സിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, റെസിസ്റ്റേഴ്സിൽ ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യും, അല്ലെങ്കിൽ സോഴ്സിൽ നിന്നുള്ള എനർജി അത് എന്തായിട്ട് ഡെസിപ്പേറ്റ് ചെയ്യും? ഹീറ്റ് ആയിട്ട് ഡെസിപ്പേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ റെസിസ്റ്റേഴ്സ് ഓൾവേസ് എന്ത് ചെയ്യും? സോഴ്സിന്റെ എനർജിയെ അബ്സോർബ് ചെയ്യും. ആ അബ്സോർബ് ചെയ്യുന്ന എനർജി ഈക്വൽ ടു എന്തായിരിക്കും? സ്ക്വയർ ഓഫ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റേഴ്സ് മൾട്ടിപ്ലൈഡ് വിത്ത് എന്തായിരിക്കും? റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റേഴ്സ് ആയിരിക്കും. ദെർഫോർ I square R ആയിരിക്കും എന്തിന്റെ ഇക്വേഷൻ? പവർ അബ്സോർബ്ഡ് ബൈ ദ
റെസിസ്റ്റേഴ്സിന്റെ ഇക്വേഷൻ. അന്നേരം ഈ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് രണ്ട് റെസിസ്റ്റേഴ്സും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പം ടോട്ടൽ എഫക്റ്റീവ് പവർ എന്താണ്? ടോട്ടൽ അബ്സോർബ്ഡ് പവർ ക്യാപിറ്റൽ പി ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ അസ്യൂം ചെയ്യുന്നു ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ക്യാപിറ്റൽ ഐ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ദെർഫോർ പവർ അബ്സോർബ്ഡ് ബൈ ദ ഫസ്റ്റ് റെസിസ്റ്റർ ഈക്വൽ ടു എന്തായിരിക്കും? ഐ സ്ക്വയർ ആർ ആയിരിക്കും. പവർ അബ്സോർബ്ഡ് ബൈ ദ സെക്കൻഡ് റെസിസ്റ്റർ ഈക്വൽ ടു എന്തായിരിക്കും? ഐ സ്ക്വയർ ആർ ആയിരിക്കും. ദെർഫോർ ടോട്ടൽ പവർ അബ്സോർബ്ഡ് ബൈ ദ ഈക്വലന്റ് സർക്യൂട്ട് ഈക്വൽ എന്തായിരിക്കും? 2 ടൈംസ് ഐ സ്ക്വയർ ആർ ആയിരിക്കും. അതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്യാപിറ്റൽ പി. ഓർത്തിരിക്കുക, ഇവിടെ ക്വസ്റ്റ്യനില് രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, രണ്ടും സീരീസ് ആണ്. ആ രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസിന് പകരം ഒറ്റ സിംഗിൾ റെസിസ്റ്റൻസ് ആയിട്ട് കൊടുക്കുന്നു ഞാൻ. ഒറ്റ സിംഗിൾ റെസിസ്റ്റൻസ് ആയിട്ട് കൊടുക്കുന്ന വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 2 ടൈംസ് ആർ ആണ്. അങ്ങനെ കൊടുത്താലും ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു സർക്യൂട്ടില് സോഴ്സ് കഴിഞ്ഞുള്ള ടോട്ടൽ സർക്യൂട്ടിനെ ഞാൻ എന്താണ് ഒരു സിമ്പിൾ സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു വൺ സർക്യൂട്ട് ആയിട്ട് അതിനെ എന്ത് ചെയ്താലും കൺവേർട്ട് ചെയ്താലും ടോട്ടൽ പവർ അബ്സോർബ്ഡ് ഫ്രം ദ സോഴ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെ രണ്ട് റെസിസ്റ്റേഴ്സിനെ സീരീസിന് പകരം സെയിം റെസിസ്റ്റർ വിത്ത് റെസിസ്റ്റൻസ് 2R ആയിട്ട് കണക്ട് ചെയ്താലും ടോട്ടൽ പവർ അബ്സോർബ്ഡ് ഈക്വൽ എന്ത് തന്നെ ആയിരിക്കും? 2 ഇൻറ്റു ഐ സ്ക്വയർ ആർ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നോക്ക്, ഇവിടെ രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പം അവിടുത്തെ കറണ്ടിന്റെ വാല്യൂ എന്തായിരുന്നു? ക്യാപിറ്റൽ ഐ ആയിരുന്നു. വിച്ച് ഈസ് ഈക്വൽ നമുക്ക് പറയാം വി ഡിവൈഡഡ് ബൈ ആ പർട്ടിക്കുലർ സർക്യൂട്ടിലെ ടോട്ടൽ എന്തായിരുന്നു? ടോട്ടൽ റെസിസ്റ്റൻസ് ആയിരുന്നു. ഈ സെയിം സർക്യൂട്ടിനെ തന്നെ അവർ എങ്ങനെ കണക്ട് ചെയ്യുന്നു? രണ്ടാമത് ആ വോൾട്ടേജ് സോഴ്സ് സെയിം തന്നെയാണ്, പക്ഷേ ആ റെസിസ്റ്റേഴ്സിനെ എങ്ങനെ കണക്ട് ചെയ്യുന്നു? ആ റെസിസ്റ്റേഴ്സിനെ സീരീസിന് പകരം എങ്ങനെ കണക്ട് ചെയ്യുന്നു? സീരീസിന് പകരം പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ടോട്ടൽ കറണ്ട് നമുക്ക് അറിഞ്ഞൂടാ. ആ കറണ്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യും? ആ പർട്ടിക്കുലർ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ റെസിസ്റ്റേഴ്സിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അന്നേരം ഈ സർക്യൂട്ട് എടുത്താല്, രണ്ടാമത്തെ സർക്യൂട്ട് എടുത്താല് കറണ്ട് നമുക്ക് പറയാം കറണ്ട് ഈക്വൽ ടു എന്തായിരിക്കും? സോഴ്സിന്റെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഇക്വലന്റ് റെസിസ്റ്റൻസ് രണ്ട് റെസിസ്റ്റേഴ്സ് ക്യാപിറ്റൽ ആർ എന്താണ് പാരലലി കണക്ട് ചെയ്താൽ നമുക്കറിയാം അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഈക്വൽ ടു എന്തായിരിക്കും? ഹാഫ് ഓഫ് ദ വൺ റെസിസ്റ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ആർ ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2R ആയിരിക്കും. വിച്ച് ഈസ് ഈക്വൽ എന്തായിട്ട് മാറും? ആർ ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറും. വിച്ച് ഈസ് ഈക്വൽ എന്തായിരിക്കും? 2 ടൈംസ് വി ഡിവൈഡഡ് ബൈ ആർ ആയിട്ട് മാറും. ഓക്കെ, നേരത്തെ ക്വസ്റ്റ്യനില് ഫസ്റ്റ് സർക്യൂട്ടില് കറണ്ട് ഈക്വൽ ടു എന്തായിരുന്നു? വി ഡിവൈഡഡ് ബൈ 2R ആയിരുന്നു. രണ്ടാമത്തെ സർക്യൂട്ടിൽ കറണ്ട് ഈക്വൽ ടു എന്തായിട്ട് മാറി? അതിന്റെ 4 ടൈംസ് ആയിട്ട് മാറി. 2 ടൈംസ് വി ഡിവൈഡഡ് ബൈ എന്തായിട്ട് മാറി? ആർ ആയിട്ട് മാറി. ഇനി നമുക്ക് നോക്കാം, ഈ 2 ടൈംസ് വി ഡിവൈഡഡ് ബൈ ആർ ആണ് ഈ രണ്ട് റെസിസ്റ്റേഴ്സ് കൂടെ എന്ത് ചെയ്യാൻ പോകുന്നത്? ഫ്ലോ ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് റെസിസ്റ്റേഴ്സിനെയും ഒരു സിംഗിൾ റെസിസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഒരൊറ്റ റെസിസ്റ്റൻസ് ആക്കി മാറ്റാം. അതിന്റെ വാല്യൂ എന്തായിരിക്കും? ആർ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. 2 ഇൻറ്റു വി ഡിവൈഡഡ് ബൈ ആർ ആണ് അതിലേക്കൂടെ ഫ്ലോ ചെയ്യാൻ പോകുന്ന കറണ്ട്. ആ കറണ്ട് ഏതിന് അക്രോസ് ഡിസിപ്പേറ്റ് ചെയ്യും? ആർ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിന് അക്രോസ് ഹീറ്റ് ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്യും. ദെർഫോർ അവിടുത്തെ എനർജി ഈക്വൽ ടു എന്തായിരിക്കും? അല്ലെങ്കിൽ ഹീറ്റ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദ കറണ്ട് ഈക്വൽ ടു എന്തായിരിക്കും? 2 ടൈംസ് വി ഡിവൈഡഡ് ബൈ ആർ ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. വിച്ച് മൾട്ടിപ്ലൈഡ് വിത്ത് എന്തായിരിക്കും? എന്താണ് കറണ്ടിന്റെ സ്ക്വയർ? 2V ഡിവൈഡ് ബൈ ആർ ദ ഹോൾ സ്ക്വയർ ആണ്. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ആർ ഡിവൈഡ് ബൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. 4 ഇൻറ്റു വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ മൾട്ടിപ്ലൈഡ് വിത്ത് എന്തായിട്ട് മാറും? ആർ ഡിവൈഡ് ബൈ 2 ആയിട്ട് മാറും. അതെന്തായിട്ട് മാറും? അത് 2 ടൈംസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്ക്, ആ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച ക്വസ്റ്റ്യനില് എന്തായിരുന്നു കറണ്ടിന്റെ ടോട്ടൽ പവറിന്റെ ഇക്വേഷൻ? 2 ഇൻറ്റു ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ആയിരുന്നു. 2 ഇൻറ്റു ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആറിന്റെ ഐ ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ഐ ഈക്വൽ ടു എന്തായിരുന്നു?
വി ഡിവൈഡഡ് ബൈ 2r ആയിരുന്നു. ദെർഫോർ ഐ സ്ക്വയർ ആർ ഈക്വൽ എന്തായിട്ട് മാറും? 2 ഇൻറ്റു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്തായിട്ട് മാറും? 2 ഇൻറ്റു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ടൈംസ് ആർ സ്ക്വയർ മൾട്ടിപ്ലൈഡ് വിത്ത് ആർ ആയിട്ട് മാറും. അതെന്തായിട്ട് മാറും? വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടൈംസ് ആർ ആയിട്ട് മാറും. ഇതായിരുന്നു നമ്മൾ കണ്ടുപിടിച്ച ക്യാപിറ്റൽ പി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് ഇനിഷ്യൽ സർക്യൂട്ടില് ടോട്ടൽ പവർ ഈക്വൽ ടു എന്തായിരുന്നു? പി ആയിരുന്നു. നമ്മൾ ലാസ്റ്റ് കിട്ടിയ പാരലൽ കോമ്പിനേഷനിലുള്ള ടോട്ടൽ പവർ എന്താണ് കിട്ടിയത്? 2 ടൈംസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ആയിരുന്നു. ദെർഫോർ പവർ റേഷ്യോ എടുത്താൽ നമുക്ക് കിട്ടും. ദെർഫോർ രണ്ടാമത്തെ സർക്യൂട്ടിന്റെ പവർ ഈക്വൽ ടു എന്താണ്? 2 ടൈംസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ആണ്. ഫസ്റ്റ് സർക്യൂട്ടിന്റെ പവർ എന്താണ്? വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ടൈംസ് ആർ ആണ്. വി സ്ക്വയർ ആർ ക്യാൻസൽ ചെയ്താല് ഈ റേഷ്യോ ഈക്വൽ ടു എന്തായിട്ട് മാറും? 4 ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ സർക്യൂട്ടില് രണ്ട് റെസിസ്റ്റൻസ് സീരീസിന് പകരം പാരലൽ ആക്കിയാല് ടോട്ടൽ അബ്സോർബ്ഡ് പവർ ഈക്വൽ ടു എന്തായിട്ട് മാറും? 4 ടൈംസ് പി ആയിട്ട് മാറും. അന്നേരം ഈ ക്വസ്റ്റ്യൻ ബൈഹാർട്ട് ചെയ്ത് ഓർത്തിരിക്കുക. രണ്ട് ഈക്വൽ റെസിസ്റ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്താല് ടോട്ടൽ പവർ അബ്സോർബ്ഡ് പി ആണെങ്കിൽ ആ രണ്ട് റെസിസ്റ്റേഴ്സിനെ പാരലലി കണക്ട് ചെയ്താല് സെയിം സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്ത ടോട്ടൽ പവർ എന്തായിട്ട് മാറും? ഒറിജിനൽ പവറിന്റെ 4 ടൈംസ് ആയിട്ട് മാറും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു. 4 ടൈംസ് പി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ കുറെ കാൽക്കുലേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ബൈഹാർട്ട് ചെയ്ത് ഓർത്തിരിക്കുക. എന്താണ്? സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിനെ പാരലലി കണക്ട് ചെയ്യുമ്പം ഇതിന്റെ ടോട്ടൽ പവർ അബ്സോർബ്ഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കാരണം എന്താണ്? പാരലൽ കോമ്പിനേഷനിൽ ഓരോ റെസിസ്റ്റേഴ്സിലേക്കൂടെയും ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. പാരലൽ കോമ്പിനേഷനിൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റേഴ്സ് എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. ദെർഫോർ പവർ പ്രൊപ്പോർഷണൽ ടു എന്താണ്? സ്ക്വയർ ഓഫ് ദ കറണ്ട് ആണ്. ദെർഫോർ ഇതാണ് കറണ്ട് 2 ടൈംസ് ഇൻക്രീസ് ചെയ്താല് അതിന്റെ കറസ്പോണ്ടിങ് പവർ എന്തായിട്ട് മാറും? പവർ 4 ടൈംസ് ആയിട്ട് മാറും. ഇത്രയാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഇലക്ട്രിക്കൽ പോർഷൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് ഓർത്തിരിക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എന്താണ് സെയിം കോൺസെപ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ വർഷവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്.